ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്, നമ്മളെ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്നത്, നമ്മളെ എല്ലാം കൊണ്ടും നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാതും മനുഷ്യന്മാരായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യന്മാരാണ്. ഇവിടെ ഒരുപാട് മഹാക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് അമ്പലങ്ങളുണ്ട്. അവിടേക്കും ചെന്ന് കഴിഞ്ഞാൽ ഈ ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ശത്രുബാധ മാറാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പൂജകളുടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ക്ഷേത്രങ്ങളിൽ എത്രയോ ആൾക്കാർ ഇത്രയധികം സ്ഥലങ്ങളിലെല്ലാതും സ്വയം അവരുടെ മേത്തുള്ള ശത്രുബാധ ദോഷങ്ങൾ, പലതരത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പൂജകളുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് ഇത് വരുന്നത്? മനുഷ്യന്മാരല്ല ഇത് ചെയ്യുന്നതെന്നാണ് എല്ലാവരും പറയണത്. അവനാന്റെ ദോഷം മാറാൻ അവനാൻ തന്നെയാണ് ഇത് ചെയ്യണമെന്ന്. നമ്മളായിട്ട് ഒരാളെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ദോഷം വരുന്നത്? ഞാൻ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും മനുഷ്യന്മാര് തന്നെയാണ് ഇത് ചെയ്യുന്നത്? മനുഷ്യന്മാരുടെ ഈ പ്രവർത്തനങ്ങളും അവരുടേതായിട്ടുള്ള നമ്മളെ ഓരോ വ്യക്തികളെയും നശിപ്പിക്കാനുള്ള ഇങ്ങനെയുള്ള കർമ്മങ്ങൾ മനുഷ്യന്മാർ തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, കുടുംബക്കാരാവാം, അയൽപ്പക്കക്കാരാവാം, അന്യന്മാരാവാം, അന്യമതസ്ഥരാവാം, പലരും ആവാം. പക്ഷെ ആരൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാറാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള പൂജകളും കാര്യങ്ങളും ചെയ്യണേ. എത്ര പൂജ എടുത്താലും മാറാത്ത രീതികളിലുള്ള ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് അറിയാം. കാരണം എന്താ വെച്ചാൽ ഇവരെ നശിപ്പിക്കാന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം മാറ്റുമ്പോൾ അടുത്ത ആളെ മാറ്റുമ്പോൾ വേറെ ഒരാൾ. ഇതിങ്ങനെ റെഗുലർ ആയിട്ട് എന്ന് വെച്ചാൽ അവരാരോ വിജയിക്കില്ല, അവരാർക്കോ നല്ലൊരു ജീവിതം ഇല്ല. അപ്പോൾ വേറൊരാൾ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലക്ഷ്യം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്ത് നശിച്ച് നമുക്ക് ജീവിതകാലം മുഴുവൻ നശിച്ചു എടുക്കാൻ പറ്റുമോ? ജീവിതകാലം മുഴുവൻ നമുക്ക് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ക്ഷമിച്ചും സഹിച്ചും ജീവിതം മുഴുവൻ നമ്മളുടെ ഇങ്ങനെയായി ആൾക്കാരോട് ഒന്നും നമുക്ക് എതിർക്കാനുള്ള ശേഷിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണോ? ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പൊയ്യാറമഠത്തിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയണ കാര്യം, നിങ്ങൾ സ്വാമിനെ വിശ്വസിക്കുക, നിങ്ങൾ സ്വാമിയോട് പറയേ നമുക്കത് ചെയ്യാവുന്നേ, നമുക്ക് എതിരെ ഇനിയൊരാൾ ഇത് ചെയ്യാൻ പാടില്ല, നമുക്ക് ജീവിക്കണം, നമുക്ക് മുന്നോട്ട് പോകണം, അത്രയല്ലേ നമ്മൾ ആഗ്രഹിക്കണോ? നമ്മളായിട്ട് ഒരാൾ ഉപദ്രവിക്കാൻ പോകില്ല, പിന്നെ നമ്മളാരും ഉപദ്രവിക്കാൻ വരും വേണ്ട.